എ ശ്രീധരമേനോൻ്റെ കേരള ചരിത്രം പാർട്ട് 22 അദ്ധ്യായം 9 മഹോദയപുരത്തെ കുലശേഖരന്മാർ AD 800 മുതൽ 1102 വരെ. കേരളത്തിൻ്റെ ചരിത്രത്തിൽ സംഘകാലത്തെ പിന്തുടർന്ന് ആരംഭിച്ച നീണ്ട രാത്രി AD 800-ാം ആണ്ടടുത്ത് കുലശേഖരവർമ്മയുടെ നേതൃത്വത്തിൽ ചേരശക്തി പുനഃസ്ഥാപിതമായതോടെ അവസാനിച്ചു. കുലശേഖരന്മാരെന്ന് വിഖ്യാതന്മാരായ രാജാക്കന്മാരുടെ ഒരു പരമ്പര തിരുവഞ്ചിക്കുളം അഥവാ മഹോദയപുരം തലസ്ഥാനമാക്കി AD 800 തൊട്ട് 1102 വരെ കേരളം വാണു. ഈ അടുത്ത കാലത്ത് മാത്രമാണ് രണ്ടാം ചേര സാമ്രാജ്യമെന്ന് വിളിക്കപ്പെടുന്ന കുലശേഖര സാമ്രാജ്യത്തിൻ്റെ ചരിത്രം പ്രകാശിതമായത്. ആ കാലഘട്ടത്തിലെ ശാസനങ്ങളുടെ ശാസ്ത്രീയമായ പഠനത്തിലൂടെ പ്രൊഫസർ ഇളംകുളം കുഞ്ഞൻപിള്ളയാണ് ഇതിന് വഴിതെളിയിച്ചത്. പൂർവകാല കേരളത്തെക്കുറിച്ചുള്ള നമ്മുടെ ചരിത്ര വിജ്ഞാനത്തിൽ നിലനിന്ന ഒരു വലിയ ശൂന്യത നികത്താൻ സഹായകമായ ഒരു സുപ്രധാന സംഭാവനയായിരുന്നു കുലശേഖര ചരിത്രത്തിൻ്റെ അദ്ദേഹം നിർവഹിച്ച പുനർനിർമ്മാണം. ആ കാലഘട്ടത്തിൽ കേരളം ഒട്ടേറെ ചെറു രാജ്യങ്ങളായി വെട്ടിമുറിക്കപ്പെട്ടിരുന്നെന്നും അവ അവസാനമില്ലാത്ത കലഹങ്ങളാലും കൂട്ടുകെട്ടുകളാലും സ്വയം ഒരു പ്രത്യേക ലോകം തന്നെ ചമച്ചിരുന്നെന്നും മറ്റുമുള്ള പണ്ഡിതന്മാരുടെ തെറ്റായ ധാരണകൾ തിരുത്താനും അത് സഹായിച്ചു. മഹോദയപുരം ആസ്ഥാനമാക്കി കുലശേഖരന്മാർ ഭരണം നടത്തിയിരുന്ന ആ കാലഘട്ടത്തിൽ AD 800 മുതൽ 1102 വരെയുള്ള 3 നൂറ്റാണ്ടുകളോളമെങ്കിലും കേരളം സമാനഭാവവും ഏകശാസനവുമായ ഒരു സാമ്രാജ്യമായി വർത്തിച്ചിരുന്നു എന്ന് രണ്ടാം ചേര സാമ്രാജ്യത്തിൻ്റെ ചരിത്രം അസന്നിഗ്ധമായി തെളിയിക്കുന്നു. 13 കുലശേഖരന്മാരുണ്ട്. അവരുടെ ചരിത്രത്തിൻ്റെ ഒരു രൂപരേഖയാണ് ഈ അദ്ധ്യായം. കുലശേഖര ആഴ്വാർ. കുലശേഖരവർമ്മയാണ് AD 800 മുതൽ 820 വരെ രണ്ടാം ചേര സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ. ദക്ഷിണേന്ത്യയിലെ വൈഷ്ണവ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ അനശ്വരനും തമിഴിലെ പ്രശസ്ത ഭക്തിപ്രബന്ധമായ പെരുമാൾ തിരുമൊഴിയുടെ കർത്താവുമായ കുലശേഖര ആഴ്വാർ തന്നെയാണ് അദ്ദേഹം. പെരുമാൾ തിരുമൊഴിയിൽ തൽക്കർത്താവ് കൊല്ലിയുടെ രാജാവെന്നും കൂടലിൻ്റെ നായകനെന്നും കോഴിയുടെ ഭരണാധികാരിയെന്നും കൊങ്ങുനാടിൻ്റെ അധീശനെന്നും സ്വയം പരാമർശിച്ചിരുന്നു. സംസ്കൃതത്തിലെ മുകുന്ദമാല എന്ന മധുരമായ ഭക്തികാവ്യത്തിൻ്റെ കർത്താവും കുലശേഖര ആഴ്വാരാണ്. ഇദ്ദേഹമാണ് യമക കവിയായ വാസുദേവ ഭട്ടതിരിയുടെ പുനസ്കർത്താവായിരുന്ന കുലശേഖരനെന്നും ചിലർ വാദിക്കുന്നു. പക്ഷേ പണ്ഡിതന്മാർ ഇതിൽ ഏകാഭിപ്രായക്കാരല്ല. മഹോദയപുര പരമേശ്വരനെന്നും കേരള കുലചൂടാമണി എന്നും സ്വയം വിശേഷിപ്പിക്കുന്ന നാടകകർത്താവായ കുലശേഖരനും കുലശേഖര ആഴ്വാരും ഒരാളാണെന്നും അഭിപ്രായമുണ്ട്. ഇത് ശരിയാണെങ്കിൽ തപതി സംവരണം, സുഭദ്രാധനഞ്ജയം, വിച്ഛിന്നാഭിഷേകം എന്ന 3 നാടകങ്ങളുടെയും ആശ്ചര്യമഞ്ജരി എന്ന ഗദ്യകൃതിയുടെയും കർത്താവ് കൂടിയാണ് കുലശേഖര ആഴ്വാർ എന്ന് കരുതേണ്ടിയിരിക്കുന്നു. എന്നാൽ നാടകക്കാരനായ കുലശേഖരൻ്റെയും മുകുന്ദമാല കർത്താവായ ആഴ്വാരുടെയും സാഹിത്യ ശൈലികൾക്ക് ഏറെ വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞ് രണ്ടുപേരും ഒന്നെന്ന അഭിപ്രായത്തെ ചിലർ എതിർക്കുന്നുണ്ട്. രാജശേഖരവർമ്മ. കുലശേഖര വംശത്തിലെ രണ്ടാമത്തെ രാജാവാണ് രാജശേഖരവർമ്മ. AD 820-844. മാധവാചാര്യരുടെ ശങ്കര വിജയത്തിലും ശങ്കരാചാര്യരുടെ ശിവാനന്ദ ലഹരിയിലും പരാമർശിക്കപ്പെടുന്ന രാജശേഖരനും ഈ രാജശേഖരവർമ്മയും ഒരാളാണ്. രാജശേഖരവർമ്മയുടെ വാഴപ്പള്ളി ശാസനമാണ് ചേര രാജാക്കന്മാരുടേതായി കേരളത്തിൽ നിന്ന് കണ്ടുകിട്ടിയിട്ടുള്ള ആദ്യത്തെ ശാസനം. 12-ാം രാജവർഷത്തിൽ എഴുതിയ പ്രസ്തുത ശാസനം മറ്റ് ശാസനങ്ങളെപ്പോലെ സ്വസ്തി ശ്രീ എന്നല്ല നമശിവായ എന്നാണ് ആരംഭിക്കുന്നത്. രാജാവിനെ പരമേശ്വര ഭട്ടാരകൻ എന്ന് ശാസനത്തിൽ വിശേഷിപ്പിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് രാജശേഖരവർമ്മ ശൈവനായിരുന്നു എന്ന് വ്യക്തമാണ്. ചേരമാൻ പെരുമാൾ നായനാർ എന്ന ശൈവ സിദ്ധൻ തന്നെയായിരിക്കണം രാജശേഖരവർമ്മ. ചേരമാൻ പെരുമാൾ നായനാരുടെയും അദ്ദേഹത്തിൻ്റെ ആജന്മ സുഹൃത്തും സന്തത സഹചാരിയുമായിരുന്ന സുന്ദരമൂർത്തി നായനാരും ഒരുമിച്ച് അദ്ദേഹം ദക്ഷിണേന്ത്യയിലെ പേരാർന്ന ശിവക്ഷേത്രങ്ങളിലേക്ക് നടത്തിയ തീർത്ഥയാത്രകളുടെയും കഥ ചേക്കിഴാർ പെരിയ പുരാണത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഈ 2 സിദ്ധന്മാരും തിരുവഞ്ചിക്കുളത്ത് വെച്ച് ഒരു സമയത്താണ് സമാധിയായതെന്ന് വിശ്വസിക്കപ്പെടുന്നു. തിരുവഞ്ചിക്കുളത്തെ ശിവക്ഷേത്രത്തിൽ ഇപ്പോഴും ഇവരുടെ പ്രതിമകൾ കാണാം. കേരളത്തിൽ രാജശേഖരവർമ്മ കുലശേഖരൻ്റെ ഭരണകാലത്താണ് കൊല്ലവർഷം ആരംഭിച്ചതെന്ന വസ്തുത സ്മരണീയമാണ്. സ്ഥാണു രവിവർമ്മ. അടുത്ത ചേര ചക്രവർത്തിയായ സ്ഥാണു രവിവർമ്മ AD 844-885
ഈ രാജവംശത്തിലെ സമുന്നതന്മാരായ ഭരണനായകന്മാരിൽ ഒരാളാണ്. ഇദ്ദേഹത്തിൻ്റെ 5ാമത്തെ ഭരണവർഷത്തിലാണ് വേണാടിൻ്റെ ഭരണാധികാരിയായിരുന്ന അയ്യനടികൾ തിരുവടികൾ AD 849 തരിസാപ്പള്ളി ചെപ്പേട് എഴുതിക്കൊടുത്തത്. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിലും ഇദ്ദേഹത്തിൻ്റെ ഒരു ശാസനമുണ്ട്. ചോള ചക്രവർത്തിയായ ആദിത്യ ചോളൻ്റെ AD 871-907 സമകാലികനായിരുന്നു സ്ഥാണുരവി. അദ്ദേഹത്തിൻ്റെ കാലത്ത് സൗഹൃദപൂർണമായിരുന്നു ചേര ചോള ബന്ധം. അന്ന് ചേര സാമ്രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ചോളാക്രമണമുണ്ടായതായി രേഖയില്ല. ഇരു രാജാക്കന്മാരും തമ്മിൽ പുലർത്തിയിരുന്ന മൈത്രിക്ക് തില്ലൈ സ്ഥാനം രേഖ സാക്ഷ്യം വഹിക്കുന്നു. ഇവർ രണ്ടുപേരും ചേർന്നാണ് തഞ്ചാവൂരിലെ ഒരു പ്രഭുവായ വിക്കി അണ്ണന് ചില സ്ഥാനമാനങ്ങൾ ചാർത്തിക്കൊടുക്കുന്നത്. പല്ലവന്മാർക്കെതിരായ യുദ്ധത്തിൽ സ്ഥാണുരവി സൈന്യങ്ങളെ അയച്ച് ചോളരാജാവിനെ സഹായിച്ചിരിക്കാം. തരിസാപ്പള്ളി ശാസനത്തിൽ പറയുന്ന വിജയരാഘദേവർ സ്ഥാണുരവിയുടെ പുത്രി ഭർത്താവാണ്. തൻ്റെ മുൻഗാമിയെപ്പോലെ സ്ഥാണുരവിവർമ്മയും ശിവഭക്തനായിരുന്നു. ഭാസ്കരന്റെ സുപ്രസിദ്ധമായ ലഘുഭാസ്കരീയം എന്ന ജ്യോതിശാസ്ത്ര ഗ്രന്ഥത്തിന് ശങ്കരനാരായണീയം എന്ന വ്യാഖ്യാനം എഴുതിയ ശങ്കരനാരായണൻ ഇദ്ദേഹത്തിൻ്റെ സദസ്യനായിരുന്നു. മികച്ച ജ്യോതിശാസ്ത്ര പണ്ഡിതനെന്ന നിലയിൽ സ്ഥാണുരവി ആ ശാസ്ത്രത്തെ മുക്തഹസ്തം പ്രോത്സാഹിപ്പിച്ചു. ശങ്കരനാരായണന്റെ മേൽനോട്ടത്തിൽ പ്രശസ്തമായ ഒരു ഗോള നിരീക്ഷണശാല മഹോദയപുരത്തുണ്ടായിരുന്നു. സാമ്പത്തിക അഭിവൃദ്ധിയുടെ കാര്യത്തിലും വിജയകരമായിരുന്നു സ്ഥാണുരവിയുടെ ഭരണം. അദ്ദേഹത്തിൻ്റെ കാലത്ത് AD 851 അറബി വ്യാപാരിയായ സുലൈമാൻ കേരളം സന്ദർശിച്ചു. അന്ന് കേരളവും ചൈനയും തമ്മിൽ നല്ല നിലയിൽ കച്ചവടം നടന്നിരുന്നതായി സുലൈമാൻ രേഖപ്പെടുത്തുന്നു. രാമവർമ്മ. സ്ഥാണുരവിയുടെ അനന്തരഗാമിയായ രാമവർമ്മ കുലശേഖരൻ AD 885-917 സാഹിത്യത്തിൻ്റെയും കലകളുടെയും പ്രോത്സാഹകൻ എന്ന നിലയിൽ പ്രസിദ്ധനാണ്. യുധിഷ്ഠിര വിജയം, ത്രിപുരദഹനം, ശൗരികദോദയം തുടങ്ങിയ യമക കാവ്യങ്ങളുടെ കർത്താവായ വാസുദേവ ഭട്ടതിരി ഇദ്ദേഹത്തിൻ്റെ സദസ്യനായിരുന്നു എന്ന് ചില പണ്ഡിതന്മാർ വിശ്വസിക്കുന്നു. നേരത്തെ പറഞ്ഞ തപതി സംവരണാദി നാടകങ്ങളുടെ കർത്താവായ കുലശേഖരനും രാമവർമ്മ കുലശേഖരനും ഒരാളാണെന്നും ഒരു സിദ്ധാന്തമുണ്ട്. രാമവർമ്മ കുലശേഖരൻ തൻ്റെ പുത്രിയെ ആദിത്യ ചോളൻ്റെ മകനായ പരാന്തകന് വിവാഹം കഴിച്ചുകൊടുത്ത് ചേര ചോള മൈത്രിയെ ദൃഢപ്പെടുത്തിയിരിക്കാൻ ഇടയുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കാലത്തായിരിക്കണം വിദേശ സഞ്ചാരിയായ മസൂദി കേരളത്തിൽ വന്നതും ഈ രാജ്യത്തെയും ജനങ്ങളെയും കുറിച്ച് വിവരണങ്ങൾ എഴുതിയതും. ഗോദ രവിവർമ്മ. അടുത്ത ചേര ചക്രവർത്തി ഗോദ രവിവർമ്മയാണ്. AD 917-944 നെടുമ്പുറം തളി, അവിട്ടത്തൂർ, ചോക്കൂർ, തൃപ്പൂണിത്തുറ, ഉദയംപേരൂർ എന്നിവിടങ്ങളിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ള ഗോദ രവിവർമ്മയുടെ ശാസനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തെ സംഭവങ്ങളുടെ അനുക്രമണിക തയ്യാറാക്കുന്നതിനും ചേര സാമ്രാജ്യത്തിൻ്റെ വ്യാപ്തി നിർണ്ണയിക്കുന്നതിനും സഹായകമായിട്ടുണ്ട്. ഗോദ രവിവർമ്മയുടെ ഭരണത്തിലിരുന്ന കുലശേഖര സാമ്രാജ്യത്തിൽ കേരളം മുഴുവനും ഉൾപ്പെട്ടിരുന്നതായും ചേരന്മാർ ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു സൈനിക ശക്തിയായി തീർന്നിരുന്നതായും കാണാം. അന്നുവരെ സൗഹൃദപൂർണമായി നിലനിന്നു പോന്ന ചേര ചോള ബന്ധം ചോളന്മാരുടെ ദക്ഷിണ കേരളാക്രമണത്താൽ ഇക്കാലത്ത് ശിഥിലമായി. ആയി രാജ്യം ചേര സാമ്രാജ്യത്തോട് ചേർക്കപ്പെട്ടപ്പോൾ തെക്കൻ പ്രദേശങ്ങളിൽ ഒരു സംഘർഷാവസ്ഥ രൂപം കൊണ്ടു. ചേര ചോള ശക്തികൾ തമ്മിൽ ഒരു സംഘട്ടനം ഏതു സമയത്തും പൊട്ടിപ്പുറപ്പെടാമെന്ന നിലയിലായി. ഗോദ രവിവർമ്മ സാമ്രാജ്യത്തിൻ്റെ തെക്കേ അതിർത്തികളിലെ പ്രതിരോധം ശക്തിപ്പെടുത്താൻ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചു. വിജ്ഞാന സങ്കേതങ്ങളായിരുന്ന വിഴിഞ്ഞവും കാന്തള്ളൂരും ദക്ഷിണ കേരളത്തിലെ മറ്റ് കേന്ദ്രങ്ങളും പെട്ടെന്ന് പട്ടാളത്താവളമായി മാറി. ചോളന്മാർ തോൽപ്പിച്ച പാണ്ഡ്യരാജാവായ മാറവർമ്മൻ രാജസിംഹന് AD 905-920 ചേരന്മാർ കേരളത്തിൽ അഭയം കൊടുത്തതും ചോളരാജാവിനെ പ്രകോപിപ്പിച്ചു. എന്നിട്ടും പരാന്തക ചോളൻ കാത്തിരുന്നു കാണുക എന്ന നയം കരുതലോടെ കൈക്കൊണ്ടതല്ലാതെ ചേരപ്രദേശങ്ങളിലേക്ക് പെട്ടെന്ന് ഒരാക്രമണത്തിന് പുറപ്പെട്ടില്ല. കൊങ്ങൻ പടയുടെ കാലത്തെ ചിറ്റൂർ വെച്ച് അന്ത്യശാസനം പനയോലയിൽ എഴുതി വായിച്ച ഗോദവർമ്മ രാജാവും ഗോദ രവിവർമ്മ കുലശേഖരനും ഒരാളാണെന്ന് കൊച്ചി സ്റ്റേറ്റ് മാനുവലിൽ പ്രസ്താവിച്ചു കാണുന്നു. കൊങ്ങൻ പടയുമായി ബന്ധപ്പെട്ട സംഭവം ഒട്ടേറെ നൂറ്റാണ്ടുകൾക്കിപ്പുറമാണ് നടന്നത്. ആകയാൽ ആ അഭിപ്രായം ശരിയാവാൻ തരമില്ല. ഇന്ദുക്കോദവർമ്മ. ഗോദ രവിവർമ്മയെ പിന്തുടർന്ന് ഭരണഭാരമേറ്റത് അദ്ദേഹത്തിൻ്റെ മകൻ ഇന്ദുക്കോദവർമ്മയാണ്. AD 944-962. ഇദ്ദേഹത്തിൻ്റെ ഭരണവർഷം രേഖപ്പെടുത്തിയ ശാസനങ്ങൾ ചെമ്പ്ര, നെടുമ്പുറം തളി, തൃക്കാക്കര, തിരുവൻവണ്ടൂർ മുതലായ സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്.
ഇന്ദുക്കോദവർമ്മയുടെ കാലത്ത് മഹോദയപുരത്തെ ചേരന്മാരുടെ ബന്ധുക്കളായ കൊങ്ങുചേരന്മാർ ഭരിച്ചുകൊണ്ടിരുന്ന കൊങ്ങുനാടിന്റെ വടക്കു പടിഞ്ഞാറേ ഭാഗം പരാന്തക ചോളൻ ആക്രമിച്ച് കീഴടക്കി. പരാന്തക ചോളന്റെ ആക്രമണത്തിന് തിരിച്ചടി നൽകാൻ തന്നെ ഇന്ദുക്കോദ തീരുമാനിച്ചു. പാണ്ഡ്യർ തങ്ങൾക്ക് നഷ്ടപ്പെട്ട നാഞ്ചിനാട്, തിരുനെൽവേലി ഭാഗങ്ങൾ തിരിച്ചുപിടിക്കാൻ ചോളർക്കെതിരായി യുദ്ധം ചെയ്തപ്പോൾ പാണ്ഡ്യരെ സഹായിക്കാൻ ഒരു ചേര സൈന്യം നിയോഗിക്കപ്പെട്ടു. ഇതോടെ ചോള-ചേര ബന്ധം ഒരു തകർച്ചയുടെ വക്കോളം എത്തി. പക്ഷേ ഇതിനിടയിൽ പരാന്തക ചോളൻ AD 955 മരിച്ചു. അദ്ദേഹത്തെ തുടർന്ന് അധികാരത്തിൽ വന്നത് ദുർബലന്മാരായ രാജാക്കന്മാരായിരുന്നു. ചോളന്മാർ AD 955 മുതൽ ഒരു 30 വർഷക്കാലത്തേക്ക് മഹോദയപുര ചക്രവർത്തിമാർക്ക് ഉപദ്രവമൊന്നും ഉണ്ടാക്കിയില്ല. ഭാസ്കര രവിവർമ്മ ഒന്നാമനും രണ്ടാമനും. ഇന്ദുക്കോദവർമ്മയുടെ പിന്നാലെ കേരളം ഭരിച്ചത് ഭാസ്കര രവിവർമ്മ ഒന്നാമനും AD 961-1019, ഭാസ്കര രവി രണ്ടാമനും AD 1019-1021 ആയിരുന്നു. ഇന്ദുക്കോദവർമ്മയ്ക്ക് ശേഷം ഭാസ്കര രവിവർമ്മ മാത്രമേ നാടുവാണിരുന്നുള്ളൂ എന്നും അദ്ദേഹത്തിന്റെ ഭരണം 58 വർഷം നീണ്ടുനിന്നു എന്നുമായിരുന്നു അടുത്ത കാലം വരെ വിശ്വസിച്ചു പോന്നത്. ഭാസ്കര രവിവർമ്മ എന്ന പേര് രേഖപ്പെടുത്തിയിട്ടുള്ള 20-ൽ പരം ശാസനങ്ങൾ തൃക്കൊടിത്താനം, തൃക്കാക്കര, തിരുനെല്ലി മുതലായ ഭാഗങ്ങളിൽ നിന്ന് കണ്ടുകിട്ടിയിട്ടുണ്ട്. ഈ ശാസനങ്ങളിൽ വ്യാഴത്തിന്റെ നില പറഞ്ഞിരിക്കുന്നത് പല വിധത്തിലാകയാൽ അതിനെക്കുറിച്ച് നിഷ്കൃഷ്ടമായ പഠനം നടത്തേണ്ടി വന്നു. തൽഫലമായി ഭാസ്കര രവിവർമ്മ എന്ന പേരിൽ 3 ചേര ചക്രവർത്തിമാർ ഉണ്ടായിരുന്നതായി തെളിഞ്ഞു. ഇവരിൽ ആദ്യത്തെ 2 ഭാസ്കര രവിമാർ ഇന്ദുക്കോദയ്ക്ക് ശേഷവും മൂന്നാമത്തെ ഭാസ്കര രവി 1043 മുതൽ 1082 വരെ രാജസിംഹന് AD 1028-1043 ശേഷവും നാടുവാണിരുന്നവരാണ്. ഭാസ്കര രവിവർമ്മ ഒന്നാമന്റെ ഭരണകാലം AD 962 മുതൽ 1019 വരെയും ഭാസ്കര രവിവർമ്മ രണ്ടാമന്റേത് AD 979 മുതൽ 1021 വരെയും ആയിരുന്നു എന്ന് ശാസനങ്ങളിൽ നിന്ന് നിർണയിക്കാം. ഇവരുടെ ഭരണകാലങ്ങൾക്ക് ഏതാനും വർഷങ്ങളുടെ യാഗപത്യം കാണുന്നത് തെക്കേ ഇന്ത്യയിലെ രാജാക്കന്മാർ യുവരാജാക്കന്മാരായി അഭിഷേകം ചെയ്യുന്നത് മുതൽ ഭരണവർഷം കണക്കാക്കുകയും അത് ശാസനങ്ങളിൽ ഉപയോഗിക്കുകയും ചെയ്യുക സാധാരണമായിരുന്നതുകൊണ്ടാണ്. AD 1000 ആണ്ട് കൊല്ലവർഷം 175 രാജധാനിയായ മഹോദയപുരത്ത് വെച്ച് യഹൂദ പ്രമാണിയായ ജോസഫ് റബ്ബാന് 5 വണ്ണത്തിന്റെ അവകാശങ്ങളും മറ്റ് 72 വിടുപ്പേറുകളും അനുവദിച്ചു കൊടുത്ത ജൂതശാസനത്താൽ ഭാസ്കര രവിവർമ്മ ഒന്നാമൻ സ്വന്തം നാമം കേരള ചരിത്രത്തിൽ അനശ്വരമാക്കിയിരിക്കുന്നു. ചേര രാജാക്കന്മാർ അനുവർത്തിച്ചു പോന്ന മതസഹിഷ്ണുതാ നയത്തിന് ഉദാഹരണമെന്ന നിലയിൽ ഈ രേഖയ്ക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ച് മുമ്പൊരധ്യായത്തിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. ഈ അവകാശദാനം നിർവഹിക്കപ്പെട്ട കാലത്തിന്റെ പ്രത്യേകതയും ശ്രദ്ധാർഹമാണ്. AD 1000 ആണ്ട് രാജരാജ ചോളന്റെ സൈന്യങ്ങൾ ചേര സാമ്രാജ്യത്തിന് ഒരു ഭീഷണിയായിരിക്കെ രാജ്യത്തിലെ പ്രധാനപ്പെട്ട ഒരു സമ്പന്ന വണിക് സമുദായത്തിന് ഈ അവകാശ പ്രമാണം സമ്മാനിച്ചത് അവരുടെ പിന്തുണയും ദൃഢാദരവും നേടാൻ കൈക്കൊണ്ട ധീരമായ ഒരു നയതന്ത്ര സമീപനം കൂടിയായിരുന്നു. ഭാസ്കര രവിവർമ്മ ഒന്നാമന്റെ ഭരണം ചോള ചേര ബന്ധങ്ങളുടെ ചരിത്രത്തിൽ സുപ്രധാനമാണ്. കേരള ചരിത്രത്തിൽ നൂറ്റാണ്ട് യുദ്ധമെന്ന് വിശേഷിപ്പിക്കാവുന്ന സുദീർഘമായ ചോള-ചേര യുദ്ധം ഇക്കാലത്താണ് ആരംഭിച്ചത്. AD 985 ചോള സാമ്രാജ്യത്തിന്റെ ഭരണാധികാരമേറ്റ രാജരാജ ചോളൻ 985-1016 കേരളത്തിന്റെ നേർക്ക് ആക്രമണപരമായ നയം സ്വീകരിച്ചു. രാജരാജൻ തന്റെ 4ാം ഭരണവർഷത്തിൽ കാന്തളൂർ ശാല ആക്രമിച്ചിട്ട് മടങ്ങിപ്പോയി. പെട്ടെന്നുണ്ടായ ഈ ആക്രമണം തുടർന്നു വരാനിരിക്കുന്ന ഒരു ഉഗ്ര സംഘട്ടനത്തിന്റെ മുന്നോടിയായ പരീക്ഷണം മാത്രമായിരുന്നു. രാജരാജൻ AD 999 അദ്ദേഹത്തിന്റെ 15ാം ഭരണവർഷത്തിൽ ചേരന്മാരുടെ മേൽ ഒരു വമ്പിച്ച വിജയം നേടി. ചേരപ്രതാപത്തിന് ഒരു വലിയ ആഘാതം ഏൽപ്പിച്ചു. രാജരാജ ചോളൻ തന്റെ ശാസനങ്ങളിൽ ഈ വർഷത്തെക്കുറിച്ച് പരാമർശിക്കുന്നത് ഊഴിയിൽ എല്ലായാണ്ടും തൊഴുത കവിയളങ്കും യാണ്ട് എന്നാണ്. ഊഴിയിൽ എല്ലായാണ്ടും തൊഴുത കവിളങ്കും യാണ്ട് എന്നാണ്. ചോളപുരം, കന്യാകുമാരി, തിരുനന്തിക്കര, ശുചീന്ദ്രം മുതലായ ക്ഷേത്രങ്ങളിൽ നിന്ന് കണ്ടുകിട്ടിയിട്ടുള്ള ചോള ശാസനങ്ങൾ തെക്കൻ തിരുവിതാംകൂറിലെ ചോളാക്രമണങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നു. കന്യാകുമാരിയും കോട്ടാറും ചോള സാമ്രാജ്യത്തിനധീനമായി.
കന്യാകുമാരിക്ക് രാജരാജേശ്വരമെന്നും കോട്ടാറിന് മുമ്മുടി ചോളനല്ലൂർ എന്നും പേരുമാറ്റി. രാജരാജൻ തെക്കൻ ഭാഗങ്ങളിൽ പിടിച്ചടക്കിയ പ്രദേശങ്ങളെ ഭരണപരമായി ഒരു പ്രത്യേക മേഖലയാക്കുകയും അതിന് രാജരാജ പാണ്ടിനാട് എന്ന് പേരിടുകയും ചെയ്തു. ദക്ഷിണ മേഖലയിലെ ചോള സാമ്രാജ്യ താൽപ്പര്യങ്ങൾ പരിരക്ഷിക്കാൻ അവിടെ സ്ഥിരമായ ഒരു സൈന്യത്തെയും ഏർപ്പെടുത്തി. ഇങ്ങനെ രാജരാജ ചോളന്റെ ഭരണാവസാനത്തോടുകൂടി കുഴിത്തുറയ്ക്ക് തെക്കുള്ള ദക്ഷിണ തിരുവിതാംകൂർ പ്രദേശങ്ങൾ മുഴുവൻ ചോളാധിപത്യത്തിലായി. രാജരാജന്റെ സൈന്യങ്ങൾ വിഴിഞ്ഞം വരെയും കാന്തളൂർ ശാല വരെയും മുന്നേറിയിട്ടുണ്ടാവണം. വിഴിഞ്ഞം കീഴടക്കിയതിനെ കുറിച്ച് തിരുവലാങ്ങാട്ട് ശാസനത്തിൽ ഇങ്ങനെ പറയുന്നു: ഈ സൂര്യവംശ വിഭൂഷണന്റെ ദണ്ഡാധികാരി സമുദ്രപരിഘവും തുംഗബാസുര പ്രാകാരവും വീരാഗമ്യവും വിജയദേവതാ നിത്യസങ്കേതമായ വിഴിഞ്ഞം സ്വാധികാരത്തിലാക്കി. കാന്തളൂർ ചാലൈ കലമറുത്ത രാജരാജതേവർ എന്ന് രാജരാജന്റെ പല ശാസനങ്ങളിലും പറഞ്ഞു കാണുന്നു. രാജരാജൻ കൊല്ലത്തിനെതിരായും ഒരാക്രമണം നടത്തി ആ നഗരത്തെ കീഴ്പ്പെടുത്തിയതായി പറയപ്പെടുന്നുണ്ട്. രാജധാനിയായ മഹോദയപുരം ഉൾപ്പെടെ ചേര സാമ്രാജ്യത്തിന്റെ വടക്കൻ ഭാഗങ്ങളും രാജരാജന്റെ സൈന്യങ്ങൾ ആക്രമിച്ച് നശിപ്പിക്കുകയുണ്ടായി. AD 1008 മുൻപ് ഉത്രകൈക്കോട്ട തകർക്കുകയും കീഴ്പ്പെടുത്തുകയും ചെയ്തതിനെക്കുറിച്ച് ചോളശാസനങ്ങളിൽ പരാമർശിച്ചു കാണുന്നു. രാജരാജന്റെ നേട്ടങ്ങളുടെ കൂട്ടത്തിൽ ഉദകൈക്കോട്ട പിടിച്ചതും ചേരരാജ്യത്തിൽ ചതയോത്സവം ഏർപ്പെടുത്തിയതും മാത്രമേ കലിങ്ങത്തുപ്പരണിയിൽ പറയുന്നുള്ളൂ. രാജരാജൻ ഉദകൈ ചുട്ടരിക്കാൻ 18 വനങ്ങൾ തരണം ചെയ്തത് അദ്ദേഹത്തിന്റെ മഹത്തായ നേട്ടമായി ഒട്ടക്കൂത്തൻ പുകഴ്ത്തുന്നു. മുകളിൽ പ്രസ്താവിച്ച ഉദകൈ മഗോദൈ അഥവാ മഹോദയപുരം ആയിരിക്കണം. രാജരാജൻ ആ വിജയങ്ങളെല്ലാം നേടിയെങ്കിലും അദ്ദേഹത്തിന് ചേരശക്തിയെ തകർക്കാൻ കഴിഞ്ഞില്ല. വിഴിഞ്ഞവും കാന്തളൂരും പോലുള്ള ചേര സൈനിക കേന്ദ്രങ്ങളിൽ തുടർച്ചയായി നടത്തിയ ആക്രമണങ്ങളെക്കുറിച്ച് ചോളശാസനങ്ങളിൽ സൂചിപ്പിക്കുന്നുണ്ട്. ചോളന്മാർക്കെതിരായുള്ള ചേര പ്രതിരോധം അവിരാമം തുടർന്നു പോന്നെന്നും ചോളാധിപത്യം കേരളത്തിന്റെ തെക്കേയറ്റത്ത് മാത്രം പരിമിതമായിരുന്നെന്നും മാത്രമേ ഈ ശാസനങ്ങളിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടതുള്ളൂ. രാജരാജന്റെ മകനും അനന്തർ ഭരണാധികാരിയുമായിരുന്ന രാജേന്ദ്ര ചോളൻ AD 1012-1044 കേരളത്തിന്റെ നേർക്ക് പിതാവിന്റെ സാമ്രാജ്യത്വ നയം തന്നെ തുടർന്നു. അദ്ദേഹം ഭരണമേറ്റ കാലത്ത് ചേരന്മാർ തെക്കൻ തിരുവിതാംകൂർ കീഴടക്കുകയും ചോളന്മാരുടെ ആക്രമണത്തിൽ നിന്ന് സിംഹളരെ സഹായിക്കാൻ ഒരു സൈന്യത്തെ സിലോണിലേക്ക് അയക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് രാജേന്ദ്രന്റെ ആദ്യത്തെ ലക്ഷ്യം സിലോണായി തീർന്നു. രാജേന്ദ്രൻ സിലോൺ കീഴടക്കിയതിനു ശേഷം കേരളത്തിലേക്ക് ശ്രദ്ധ തിരിച്ചു. അദ്ദേഹം 1019 വിഴിഞ്ഞവും കാന്തളൂരും പിടിച്ചു. വിഴിഞ്ഞത്തിന് രാജേന്ദ്ര ചോഴ പട്ടണം എന്ന് പേരുമിട്ടു. ചോള സൈന്യങ്ങൾ പാലക്കാട്ട് വഴിയും മറ്റു ചുരങ്ങൾ വഴിയും ഉത്തര കേരളത്തിലും പ്രവേശിച്ചു. ഈ സൈന്യങ്ങളെ അറബിക്കടൽ വഴി ചോള നാവികപ്പട സമർത്ഥമാം വിധം സഹായിക്കുകയുണ്ടായി. ചേര രാജധാനിയായ മഹോദയപുരത്തിന് വേണ്ടി നടന്ന നിർണായക യുദ്ധത്തിൽ കേരളത്തിന്റെ ഒട്ടേറെ സേനാനായകന്മാരും നാടുവാഴികളും വധിക്കപ്പെട്ടു. ചക്രവർത്തിയായ ഭാസ്കര രവിവർമ്മ ഒന്നാമനും ഈ യുദ്ധത്തിൽ മൃതനായെന്ന് കരുതാം. രാജേന്ദ്രന് ഈ സമുജ്വല വിജയങ്ങളൊക്കെ കൈവന്നിട്ടും തിരുവനന്തപുരത്തിന് തെക്കുള്ള പ്രദേശങ്ങളിൽ മാത്രമേ ചോളാധിപത്യം നിലനിർത്താൻ സാധിച്ചുള്ളൂ. കേരളം മുഴുവനും സ്വാധിപത്യത്തിലാക്കാനുള്ള ശ്രമങ്ങളിൽ രാജേന്ദ്രൻ പരാജയപ്പെടുകയാണുണ്ടായത്. കേരളത്തിൽ തിരുവനന്തപുരത്തിന് വടക്കുനിന്ന് ഒരു ചോള ശാസനവും കണ്ടുകിട്ടിയിട്ടില്ലെന്ന വസ്തുത അർത്ഥഗർഭമാണ്. ഭാസ്കര രവിവർമ്മ ഒന്നാമന്റെ ഭരണശേഷം ഭാസ്കര രവിവർമ്മ രണ്ടാമൻ 1019 ഭരണാധികാരമേറ്റു. ഹ്രസ്വമായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണം. തൃക്കാക്കര, തിരുനെല്ലി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയ അദ്ദേഹത്തിന്റെ ശാസനങ്ങളിലെ തെളിവുകൾ വെച്ച് നോക്കിയാൽ ഭരണം 1021 അവസാനിച്ചതായി അനുമാനിക്കാം. വീരകേരളൻ. ഭാസ്കര രവിവർമ്മ രണ്ടാമന്റെ പിന്തുടർച്ചക്കാരനാണ് വീരകേരളൻ. AD 1022-1028. അദ്ദേഹത്തിന്റെ ഭരണകാലത്തും ചോളന്മാരുമായുള്ള യുദ്ധം തുടർന്നു. രാജേന്ദ്ര ചോളൻ ഉത്തരേന്ത്യയിലും തെക്കുകിഴക്ക് ഏഷ്യയിലും സൈനിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന കാലത്ത് ചേരന്മാർ തങ്ങളുടെ സാമ്രാജ്യത്വത്തിൽ നിന്ന് ചോളശക്തിയെ തൂത്തെറിയാൻ നിശ്ചയദാർഢ്യത്തോടെ ശ്രമിക്കുകയുണ്ടായി. രാജേന്ദ്രൻ തിരിച്ചു വന്നപ്പോൾ കേരള കലാപം അടിച്ചമർത്താൻ AD 1028 പുത്രനായ രാജാധിരാജനെ നിയോഗിച്ചു. തുടർന്നുണ്ടായ യുദ്ധത്തിൽ ചോളന്മാർക്ക് ചേരന്മാരുടെ മേൽ പല വിജയങ്ങളും നേടാൻ കഴിഞ്ഞു. വീരകേരളനെ ബന്ധനസ്ഥനാക്കി ആനയെ കൊണ്ട് ചവിട്ടിക്കൊല്ലിച്ചതായി AD 1046 രാജാധിരാജന്റെ 29ാം ഭരണവർഷം മണിമംഗല ശാസനത്തിൽ പറയുന്നു.
രാജാധിരാജൻ വേണാട്ടു രാജാവിനെയും വധിച്ച് കാന്തളൂർ ശാല പിടിക്കുകയും ചെയ്തു. വീരകേരളന്റെ ബന്ധുവായിരുന്ന എരമക്കുടത്തിലെ ഏഴിമലയ്ക്കടുത്ത് കണ്ടൻകോരിവർമ്മൻ എന്ന മൂഷക രാജാവിനെയും രാജാധിരാജൻ കൊലപ്പെടുത്തി. വീരകേരളന്റെ മരണത്തിന് ശേഷം അരനൂറ്റാണ്ടു കാലത്തേക്ക് ചേരശക്തി നിഷ്പ്രഭമാണ്. ചോളന്മാരുമായി നടത്തിയ നീണ്ട യുദ്ധം ചേരശക്തിയെ ക്ഷീണിപ്പിക്കുകയും കുലശേഖര സാമ്രാജ്യത്തിന്റെ ശൈഥില്യത്തിന് വഴിതെളിയിക്കുകയും ചെയ്തു. ചില നാടുവാഴികൾ ഈ സന്ദർഭം പ്രയോജനപ്പെടുത്തി തങ്ങളുടെ സ്വാതന്ത്ര്യമുറപ്പിക്കുകയുണ്ടായി. രാജസിംഹന്റെ AD 1028-1043 ഭരണകാലത്ത് ചോളാധിപത്യം കേരളത്തിന്റെ ഭൂരിഭാഗത്തും കുറെ നാളുകളെങ്കിലും നിലനിന്നു. രാജസിംഹൻ ചോളന്മാരുടെ മേൽക്കോയ്മ അംഗീകരിച്ചിരുന്നതായി അദ്ദേഹത്തിന്റെ മന്നാർക്കോയിൽ ശാസനത്തിൽ നിന്ന് മനസ്സിലാക്കാം. അന്യത്ര പരാമർശിച്ചിട്ടുള്ള താഴക്കോട്ട് ഇരിങ്ങാലക്കുടയ്ക്കടുത്ത് ശാസനം രാജസിംഹന്റേതാണ്. ഈ ശാസനപ്രകാരം മണിഗ്രാമത്തിൽപ്പെട്ട ക്രിസ്ത്യൻ കച്ചവടക്കാരായ ചാത്തൻ വടുകനും ഇരവിച്ചാത്തനും രാജസിംഹൻ ചില ആനുകൂല്യങ്ങളും അവകാശങ്ങളും അനുവദിച്ചു കൊടുത്തു. ഭാസ്കര രവി മൂന്നാമനും രവി രാമവർമ്മയും. രാജസിംഹനെ തുടർന്ന് ഭരണാധികാരികളായത് ഭാസ്കര രവിവർമ്മ മൂന്നാമനും AD 1043-1082, രവി രാമവർമ്മയും AD 1082-1090 ആണ്. ഇവരെ സംബന്ധിച്ച വിശദ വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടില്ല. ഈ രാജാക്കന്മാരുടെ കീഴിൽ ചേര സാമ്രാജ്യം അതിന്റെ നഷ്ടപ്പെട്ട സ്വാതന്ത്ര്യം വീണ്ടെടുക്കാനും ശക്തി പുനഃസ്ഥാപിക്കാനും ശ്രമിച്ചിരിക്കണം. രാജാധിരാജന്റെ അനന്തരഗാമികൾ ഇക്കാലത്ത് ചാലൂക്യരുമായി യുദ്ധം ചെയ്യുകയായിരുന്നു. ഇത് ചേരന്മാർക്ക് സാമ്രാജ്യത്തിന്റെ പ്രതിരോധം പുനഃസംവിധാനം ചെയ്യാനും ഒരു മോചന സമരം ആരംഭിക്കാനും അവസരം നൽകി. കുലോത്തുംഗ ചോളന്റെ സിംഹാസനാരോഹണം ആയപ്പോഴേക്ക് AD 1070 കേരളം ചോള നിയന്ത്രണത്തിൽ നിന്ന് നിശേഷം വിമുക്തമായി. ചേര സഹായത്തോടെ പാണ്ഡ്യന്മാരും നാഞ്ചിനാട്, തിരുനെൽവേലി പ്രദേശങ്ങൾ തിരിച്ചുപിടിച്ചു. ഇതിന്റെ ഫലമായി കുലോത്തുംഗൻ ഭരണാധികാരമേറ്റതോടുകൂടി പാണ്ഡ്യരെയും ചേരരെയും ചോളാധിപത്യത്തിൽ കൊണ്ടുവരാൻ പുതിയ പടനീക്കങ്ങൾ ആരംഭിച്ചു. അദ്ദേഹം പല യുദ്ധങ്ങളിലും പാണ്ഡ്യരെ തുടർച്ചയായി തോൽപ്പിക്കുകയും കോട്ടാർ, നാഞ്ചിനാട് എന്നീ പാണ്ഡ്യ സൈനിക കേന്ദ്രങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു. ചേരന്മാരുടെ സൈനിക സങ്കേതങ്ങളായിരുന്ന വിഴിഞ്ഞവും കാന്തളൂരും അദ്ദേഹം ആക്രമിച്ചു. രാമവർമ്മ കുലശേഖരൻ. മഹോദയപുരത്തെ കുലശേഖരന്മാരിൽ അന്തിമനായ രാമവർമ്മ കുലശേഖരൻ AD 1090-1102 കേരള ചരിത്രത്തിലെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ഭരണാധികാരമേറ്റത്. കുലോത്തുംഗൻ ഒന്നാമൻ താൻ നേരത്തെ നാഞ്ചിനാട്ടിലും ദക്ഷിണ കേരളത്തിലും നേടിയ വിജയങ്ങളുടെ കരുത്തോടെ വടക്കോട്ട് നീങ്ങുകയും വേണാട്ടു രാജാക്കന്മാരുടെ ആസ്ഥാനമായിരുന്ന കൊല്ലം നഗരം 1095 നശിപ്പിക്കുകയും ചെയ്തു. ഈ ആക്രമണത്തിൽ നരലോകവീരൻ എന്ന സേനാനായകന്റെ സേവനമാണ് കുലോത്തുംഗന് വിജയം നേടിക്കൊടുത്തത്. അഭൂതപൂർവമായ ഒരു പ്രതിസന്ധി ഘട്ടത്തെ നേരിടേണ്ടി വന്ന രാമവർമ്മ കുലശേഖരൻ ചോളാക്രമണകാരികളെ തിരിച്ചടിക്കാനും സ്വന്തം സാമ്രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം പുനഃപ്രതിഷ്ഠിക്കാനും ദൃഢനിശ്ചയം ചെയ്തു. ചോള സാമ്രാജ്യത്വത്തിനെതിരായ വിമോചന യുദ്ധത്തിൽ അദ്ദേഹം ദേശാഭിമാന പ്രചോദിതമായ സമസ്ത ശക്തികളെയും സ്വന്തം കൊടിക്കീഴിൽ അണിനിരത്തി. ചേര സൈന്യങ്ങളുടെ ഒരു വലിയ വിഭാഗത്തെ പെട്ടെന്ന് ആത്മഹത്യാ ദളങ്ങളാക്കി ചാവേറ്റുപടയാക്കി മാറ്റി. തുടർന്നുണ്ടായ നീണ്ട യുദ്ധത്തിൽ ചോളന്മാർ ചേര രാജധാനിയായ മഹോദയപുരവും പരിസര പ്രദേശങ്ങളും ചുട്ടെരിക്കുകയുണ്ടായി. ആ നഗരിയിൽ രാമവർമ്മ കുലശേഖരന് താമസിക്കാൻ പോലും ഒരിടം അവശേഷിച്ചിരുന്നില്ല എന്ന് തോന്നുന്നു. മഹോദയപുരം തകർന്നടിഞ്ഞതിന് ശേഷം കുലശേഖര കോയിൽ അധികാരികൾ കുറെ കാലം കൊടുങ്ങല്ലൂർ നെടിയതളിയിൽ വസിച്ചിരുന്നതായി പെരുന്ന ശാസനത്തിൽ നിന്നും മനസ്സിലാക്കാം. കൊല്ലത്തെ രാമേശ്വരത്തു ക്ഷേത്രത്തിൽ കൊല്ലവർഷം 278 AD 1102 രേഖപ്പെടുത്തിയിട്ടുള്ള ശിലാശാസനത്തിൽ ഒരു രാമതിരുവടി കൊല്ലത്തെ പനങ്കാവിൽ കൊട്ടാരത്തിൽ അക്കൊല്ലം താമസിച്ചിരുന്നതായി പറയുന്നു. പെരുന്ന ശാസനത്തിലെ കുലശേഖര കോയിൽ അധികാരികളും കൊല്ലം ശാസനത്തിലെ രാമതിരുവടിയും രാമവർമ്മ കുലശേഖരനാണെന്ന് കണ്ടുപിടിക്കാൻ പ്രയാസമില്ല. യുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിൽ ദക്ഷിണ പ്രദേശങ്ങളിൽ കൊടുമ്പിരി കൊണ്ട ചോളാക്രമണത്തെ നേരിടാനുള്ള ധീരശ്രമത്തിൽ രാമവർമ്മ കുലശേഖരൻ തന്റെ ആസ്ഥാനം മഹോദയപുരത്ത് നിന്ന് കൊല്ലത്തേക്ക് മാറ്റിയിരിക്കണം. ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്ന് കൊല്ലത്തെ മോചിപ്പിച്ച് അവിടെ ആസ്ഥാനമുറപ്പിച്ചതിന് ശേഷം അദ്ദേഹം ഒരു വലിയ സൈന്യത്തെ ചോളന്മാർക്കെതിരായി നയിച്ചു. തുടർന്നുണ്ടായ യുദ്ധത്തിൽ കുലോത്തുംഗൻ തോറ്റ് കോട്ടാറ്റേക്ക് പിൻവാങ്ങി. കുലോത്തുംഗ ചോളന്റെ നേട്ടങ്ങളെക്കുറിച്ച് അതിദീർഘമായി പ്രതിപാദിക്കുന്ന ചോളപുരം രേഖയിൽ AD 1100 അദ്ദേഹത്തിന്റെ കോട്ടാറ്റേക്കുള്ള ഈ പിന്മാറ്റത്തെ പറ്റിയും പറയുന്നുണ്ട്.
ചേര സൈന്യത്തിൽ പുതുതായി രൂപം കൊണ്ട ചാവേർ വിഭാഗത്തിന്റെ കടന്നാക്രമണങ്ങൾ ചോളപ്പടയ്ക്കുണ്ടാക്കിയ വമ്പിച്ച നാശത്താൽ ഈ പിന്മാറ്റം അനിവാര്യമായിരുന്നു. ഈ സംഭവം ചോളന്മാർക്ക് കേരളത്തിലുണ്ടായിരുന്ന അധികാരത്തെ ഖണ്ഡിതമായും അവസാനിപ്പിച്ചു. നാഞ്ചനാട്ടിന് വടക്കുള്ള ഭാഗങ്ങൾ പിന്നീടൊരിക്കലും കീഴടക്കാൻ ചോളന്മാർക്ക് കഴിഞ്ഞിട്ടില്ല. അധികം താമസിയാതെ നാഞ്ചനാട്ട് നിന്ന് പോലും അവർ പിന്മാറുകയും ആ പ്രദേശം പാണ്ഡ്യരുടെ പൂർണ്ണ നിയന്ത്രണത്തിലാവുകയും ചെയ്തു. രാമവർമ്മ കുലശേഖരൻ തീർത്തും സമുന്നതനായ ഒരു ഭരണാധികാരിയായിരുന്നു. ചോള സാമ്രാജ്യത്വത്തിന് ആദ്യത്തെ മാരക പ്രഹരം ഏൽപ്പിച്ചതിൻ്റെയും യുദ്ധത്തിന്റെ വേലിയേറ്റത്തെ കേരളത്തിന് അനുകൂലമായി തിരിച്ചുവിട്ടതിൻ്റെയും ബഹുമതി തീർച്ചയായും അദ്ദേഹത്തിൻ്റെതാണ്. രാമവർമ്മ കുലശേഖരൻ മഹോദയപുരത്ത് നിന്ന് കൊല്ലത്തേക്ക് ആസ്ഥാനം മാറ്റിയത് കേരള ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായത്തിന്റെ ആരംഭം കുറിക്കുന്നു. കുലശേഖര സാമ്രാജ്യം അസ്തമിക്കുകയും വേണാട് ഒരു സ്വതന്ത്ര രാജ്യത്തിന്റെ പദവി നേടുകയും ചെയ്തു. തുടർന്ന് കൊല്ലത്തെ തെൻവഞ്ചി എന്നും വേണാട്ടു രാജാവിനെ തെൻവഞ്ചിയാൻ എന്നും വിളിച്ചുപോന്നു. രാമവർമ്മ കുലശേഖരന്റെ കാലം മുതലാണ് വേണാട്ട് രാജാക്കന്മാർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൈവന്നത്. ഭാസ്കര രവിവർമ്മ ഒന്നാമൻ മുതലുള്ള മഹോദയപുര കുലശേഖരന്മാരുടെയും അവരുടെ സമകാലികന്മാരായ ചോള രാജാക്കന്മാരുടെയും ഒരു പട്ടിക ഈ അധ്യായത്തിന്റെ അനുബന്ധമായി ചേർത്തിട്ടുണ്ട്. വെളിയിൽ നിന്ന് വന്ന പെരുമാക്കന്മാർ. ഇനി കാലാകാലങ്ങളിൽ വെളിയിൽ നിന്ന് ആനയിക്കപ്പെട്ട പെരുമാക്കന്മാർ കേരളം വാണിരുന്നതായി പരമ്പരയാ പ്രചരിച്ചു പോന്ന ഐതിഹ്യത്തെ മേൽ വിവരിച്ച കുലശേഖര സാമ്രാജ്യത്തിന്റെ ചരിത്ര പശ്ചാത്തലത്തിൽ നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. കേരളോൽപ്പത്തിയിൽ സ്ഥാനം പിടിച്ച ഈ ഐതിഹ്യത്തെ ചരിത്ര വസ്തുത എന്ന നിലയിൽ നമ്മുടെ യാഥാസ്ഥിതിക പണ്ഡിതന്മാർ കൂടെ ഉദ്ധരിക്കാറുണ്ട്. ആ കഥ ഇങ്ങനെയാണ്. കേരളം സൃഷ്ടിച്ച പരശുരാമൻ ആ ഭൂമിയെ 64 ബ്രാഹ്മണ ഗ്രാമങ്ങളായി വിഭജിക്കുകയും ആഢ്യന്മാർക്ക് മാത്രം അധികാരമുള്ള ഒരു ഭരണക്രമം നിർദ്ദേശിക്കുകയും ചെയ്തു. എല്ലാ ഗ്രാമങ്ങൾക്കും ഭരണത്തിൽ പ്രാതിനിധ്യമുണ്ടായിരുന്നു. കുറെ കാലത്തേക്ക് ഈ ഭരണം തകരാറൊന്നുമില്ലാതെ മുന്നോട്ടു പോയെങ്കിലും കാലക്രമേണ മഹർഷി അരുളി ചെയ്തതുപോലെ ഏകോപിപ്പിച്ചുള്ള ഭരണം ദുഷ്കരമായി. ഈ സാഹചര്യത്തിൽ മുഴുവൻ സമുദായത്തിനു വേണ്ടി വേണ്ടത് ചെയ്യാനുള്ള പ്രാതിനിധ്യാധികാരം പയ്യന്നൂർ, പെരുഞ്ചെല്ലൂർ, പരപ്പൂർ, ചെങ്ങന്നൂർ എന്നിങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട 4 ഗ്രാമങ്ങളിൽ അർപ്പിതമായി. ബ്രാഹ്മണ പ്രഭാവത്തിന്റെ ഈ ഘട്ടത്തിൽ സമാധാന ഭഞ്ജകമാം വിധം പല തർക്കങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയും ജനങ്ങൾക്ക് അവർണ്ണനീയമായ ക്ലേശങ്ങൾ അനുഭവപ്പെടുകയും ചെയ്തു. തൽഫലമായി 3 വർഷത്തേക്ക് ഭരണം നടത്തുവാൻ രക്ഷാപുരുഷന്മാർ നിയമിക്കപ്പെട്ടു. അവരെ ഭരണത്തിൽ സഹായിക്കുവാൻ തളിയാതിരിമാർ എന്ന ഉദ്യോഗസ്ഥന്മാരുടെ കീഴിൽ 4 കഴകങ്ങളും ഏർപ്പെടുത്തി. ലക്ഷ്യപ്രാപ്തിയിൽ ഈ സമ്പ്രദായവും പരാജയപ്പെടുകയാണ് ചെയ്തത്. അതിനെ തുടർന്ന് തിരുനാവായിയിൽ സമ്മേളിച്ച ബ്രാഹ്മണർ രാജ്യഭരണത്തിന് വെളിയിൽ നിന്ന് പെരുമാക്കന്മാരെ കൊണ്ടുവരാൻ തീരുമാനിച്ചു. ഓരോ പെരുമാളും 12 വർഷത്തേക്ക് ഭരണം നടത്തിയിട്ട് വിരമിക്കണമെന്നായിരുന്നു വ്യവസ്ഥ. അങ്ങനെ കേരളം ഭരിച്ച പെരുമാക്കന്മാരുടെ അത്ഭുതകരമായ ഒരു പട്ടിക കേരളോൽപ്പത്തിയിൽ കൊടുത്തിരിക്കുന്നു. അവസാനത്തെ പെരുമാൾ ചേരമാൻ പെരുമാൾ ആയിരുന്നെന്നും അദ്ദേഹം കേരളം സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും പങ്കുവെച്ചു കൊടുത്തിട്ട് ഇസ്ലാം മതം സ്വീകരിച്ച് മക്കത്ത് പോയെന്നും അതിൽ പറഞ്ഞിട്ടുണ്ട്. കേരളോൽപ്പത്തി അനുസരിച്ച് പെരുമാൾ ഭരണത്തിന്റെ കാലം AD 3-ാം ശതകം മുതൽ 5-ാം ശതകം വരെയും ഒടുവിലത്തെ പെരുമാൾ മക്കത്ത് പോയത് AD 345-ലും ആയിരുന്നു. ഇറക്കുമതി ചെയ്യപ്പെട്ട ഈ പെരുമാക്കന്മാരുടെ കഥ ഏറെക്കാലത്തേക്ക് നമ്മുടെ പണ്ഡിതന്മാർ ചോദ്യം ചെയ്യാതെ അംഗീകരിച്ചു പോന്നു. അത് കേരള ചരിത്രത്തിന്റെ ഊടിലും പാവിലും കുരുങ്ങിച്ചേരുകയും ചെയ്തു. കേരളത്തിലും വെളിയിലുമുള്ള പല പ്രശസ്ത പണ്ഡിതന്മാരെയും ഈ കഥ വഴിപിഴപ്പിച്ചിട്ടുണ്ട്. തൽഫലമായി പൂർവ്വകാല കേരള ചരിത്രത്തെക്കുറിച്ച് അവർ പല അബദ്ധങ്ങളും എഴുതി പിടിപ്പിക്കാൻ ഇടയായി. ദക്ഷിണേന്ത്യയുടെ ചരിത്രം എന്ന ഗ്രന്ഥത്തിൽ അയൽ രാജ്യത്തു നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവരപ്പെട്ട പെരുമാളായിരിക്കാം കുലശേഖര ആഴ്വാർ എന്ന് പ്രശസ്ത ചരിത്രകാരനായ KA നീലകണ്ഠ ശാസ്ത്രി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതിന് ഒരു ഉദാഹരണമാണ്. ഓരോ 12 വർഷം കൂടുന്തോറും തമിഴ്നാട്ടിൽ നിന്നോ തുളുനാട്ടിൽ നിന്നോ തെലുങ്കുനാട്ടിൽ നിന്നോ കൊണ്ടുവന്ന പെരുമാക്കന്മാർ കേരളം ഭരിച്ചിരുന്നു എന്ന കേരളോൽപ്പത്തി കഥ പ്രാമാണികമാണെന്ന് കരുതുന്ന ചരിത്രകാരന്മാർ അതിന് സമർത്ഥകമായ ഒരൊറ്റ തെളിവെങ്കിലും കേരളത്തിൽ നിന്നോ വെളിയിൽ നിന്നോ ഇന്നോളം തേടിപ്പിടിച്ചിട്ടില്ല എന്ന വസ്തുത അർത്ഥഗർഭമാണ്. ഈ പെരുമാൾ സിദ്ധാന്തത്തെ അതേ നിലയിൽ വിശദാംശങ്ങളോടെ പരിശോധിച്ചു നോക്കിയാൽ അതൊരു കെട്ടുകഥയാണെന്ന് എളുപ്പം ബോധ്യമാകും. ചരിത്രരേഖയെന്ന നിലയിൽ തികച്ചും അവിശ്വാസ്യമാണ് കേരളോൽപ്പത്തി എന്ന കാര്യം പോട്ടെ. കേരളം ഭരിക്കാൻ 25 തവണ വെളിയിൽ നിന്നും പെരുമാക്കന്മാരെ കൊണ്ടുവന്നെന്നും ഓരോ പെരുമാളും 12 വർഷം ഭരിച്ചെന്നും പറയുന്നത് തീരെ വിശ്വാസയോഗ്യമല്ല.
ഗവേഷണ ഫലമായി കുലശേഖര സാമ്രാജ്യത്തിന്റെ ചരിത്രം വെളിയിൽ വന്നതോടുകൂടി ഈ കെട്ടുകഥ തകർന്നിരിക്കുന്നു. മഹോദയപുരത്തെ കുലശേഖര ചക്രവർത്തിമാർ തന്നെയായിരുന്നു പൂർവ്വകാല കേരള ചരിത്രത്തിലെ പെരുമാക്കന്മാർ എന്ന കാര്യം ഇവിടെ നാം ഓർക്കേണ്ടതാണ്. അവരിൽ ഒരാൾ പോലും അകേരളീയനായിരുന്നില്ല. കുലശേഖര ആഴ്വാർ തൊട്ട് രാമവർമ്മ കുലശേഖരൻ വരെയുള്ള കുലശേഖര ചക്രവർത്തിമാർ മഹോദയപുരത്തെ ചേര രാജവംശത്തിലെ അംഗങ്ങളായിരുന്നു. എല്ലാ ജനസമുദായങ്ങളുടെയും സ്നേഹാദരങ്ങൾ ആർജിച്ചുകൊണ്ടാണ് അവർ കേരളം ആണത്. AD 3-ാം ശതകം മുതൽ 5-ാം ശതകം വരെ വിദേശികളായ പെരുമാക്കന്മാർ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല എന്നതിന് ഭാഷയും സാഹിത്യവും തെളിവാണ്. AD 8-ാം നൂറ്റാണ്ടിനു ശേഷം മാത്രമേ പെരുമാൾ, തളിയാതിരി മുതലായ പ്രയോഗങ്ങൾ കേരളത്തിൽ പ്രചരിക്കുന്നുള്ളൂ. കൂടാതെ AD 1028-ൽ രാജേന്ദ്ര ചോളൻ രണ്ടാമത് കേരളം ആക്രമിച്ചതിനെ തുടർന്ന് ചേര സാമ്രാജ്യത്തിന്റെ കേന്ദ്രാധികാരം ദുർബലമായി തീർന്നു. 11-ാം ശതകത്തിലാണ് നമ്പൂതിരി ഗ്രാമങ്ങൾ പ്രാബല്യത്തിലെത്തിയത്. മേൽ ചൂണ്ടിക്കാണിച്ച വസ്തുതകളുടെ വെളിച്ചത്തിൽ കേരളോൽപ്പത്തിയിലെ പെരുമാൾ കഥയെ നിശ്ശേഷം നിരാകരിക്കാവുന്നതാണ്. ചേരമാൻ കഥ. അവസാനത്തെ ചേര ചക്രവർത്തി ചേരമാൻ പെരുമാൾ രാജ്യം വീതിച്ച് വേണ്ടപ്പെട്ടവർക്കൊക്കെ കൊടുത്തതിനു ശേഷം ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന ഐതിഹ്യം വിദേശികളായ പെരുമാക്കന്മാരെ കുറിച്ചുള്ള സങ്കല്പ കഥയുടെ നാടകീയ പരകോടിയാണ്. കേരളത്തിൽ നിന്ന് പോയ പെരുമാൾ അറേബ്യൻ തീരത്ത് ഒരു തുറമുഖത്തിറങ്ങിയെന്നും ജഡ്ഡ എന്ന സ്ഥലത്ത് വെച്ച് പ്രവാചകനെ കാണുകയുണ്ടായെന്നും പറയപ്പെടുന്നു. എന്നിട്ട് പ്രവാചകനാൽ വിശുദ്ധനാക്കപ്പെട്ട അദ്ദേഹം അറേബ്യ രാജാവിൻ്റെ സഹോദരിയെ വിവാഹം കഴിച്ച് 5 വർഷം സുഖമായി വസിച്ചു. പിന്നെ കേരളത്തിൽ ഇസ്ലാം മതം പ്രചരിപ്പിക്കാൻ പുറപ്പെട്ടു. എന്നാൽ ആ ദൗത്യം നിർവഹിക്കുന്നതിന് മുൻപ് മാർഗമധ്യേ അദ്ദേഹം ചരമഗതി പ്രാപിക്കുകയും അറേബ്യൻ കരയിൽ ഒരിടത്ത് സംസ്കരിക്കപ്പെടുകയും ചെയ്തു. ഇങ്ങനെയാണ് കഥ. കേരളോൽപ്പത്തിയുടെ പാഠഭേദമനുസരിച്ച് കഥയുടെ വിശദാംശങ്ങളിലും വ്യത്യാസമുണ്ട്. ഈ ചേരമാൻ കഥയെ ഏതെങ്കിലും സമകാലിക രേഖയോ തെളിവോ സ്ഥിരീകരിക്കുന്നില്ല. പ്രാചീന കാലത്തോ മധ്യകാലത്തോ കേരളം സന്ദർശിച്ചിട്ടുള്ള സഞ്ചാരികൾ ആരും തങ്ങളുടെ രേഖകളിൽ ഇതിനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടില്ല. സുലൈമാൻ, അൽബറൂണി, ബെഞ്ചമിൻ, അൽക്കസ്വിനി, മാർക്കോപോളോ, ഫ്രിയാർ ഒഡോറിക്, ഫ്രിയാർ ജോർഡനസ്, ഇബ്നു ബത്തൂത്ത, അബ്ദുൾ റസാക്ക്, നിക്കോളോ കോണ്ടി എന്നീ സഞ്ചാരികളിൽ ഒരാൾ പോലും ചേരമാൻ പെരുമാളിന്റെ ഇസ്ലാം മത പരിവർത്തനത്തെക്കുറിച്ച് മിണ്ടുന്നതേയില്ല. പക്ഷേ പോർച്ചുഗീസുകാരുടെ വരവിന് ശേഷം കേരളത്തിൽ വന്ന വിദേശ സഞ്ചാരികളുടെ വിവരണത്തിൽ ഇത് എങ്ങനെയോ കടന്നുകൂടി. ബാർബോസയും കാൻഡർവിഷറും ഈ ചേരമാൻ കഥയെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. 16-ാം ശതകത്തിൽ തുഹ്ഫത്തുൽ മുജാഹിദീൻ എഴുതിയ ശൈഖ് സൈനുദ്ദീൻ എന്ന അറബി പണ്ഡിതൻ മലബാറിലെ ഇസ്ലാം മത പ്രചാരത്തെ സംബന്ധിച്ച് പ്രചാരത്തിലിരിക്കുന്ന ഏറ്റവും പ്രാചീനമായ ഐതിഹ്യം എന്ന് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ഈ കഥയുടെ ചരിത്രപരമായ യഥാർത്ഥതയിൽ വിശ്വസിക്കുന്നില്ല. ആളുകൾ പറഞ്ഞ് അങ്ങനെ തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് പകർന്നു പോന്ന ഈ ഐതിഹ്യം അനന്തരകാല ലേഖകന്മാർ നിരൂപണ ദൃഷ്ട്യാ പരിശോധിക്കാതെ തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ പകർത്തിവെക്കുകയാണ് ഉണ്ടായത്. ഈ പ്രശ്നത്തിന്റെ നാനാവശങ്ങളും സശ്രദ്ധം പരിശോധിക്കുകയാണെങ്കിൽ ഏതോ പ്രാചീന ലേഖകന്റെ ഭാവനയിൽ നിന്ന് ഉടലെടുത്ത കെട്ടുകഥയാണ് ചേരമാൻ കഥയെന്ന് കാണാം. ഏതെങ്കിലും ഒരു ചേര രാജാവ് എന്നെങ്കിലും ഇസ്ലാം മതം സ്വീകരിക്കുകയുണ്ടായോ എന്ന കാര്യം അങ്ങേയറ്റം സംശയാസ്പദമാണ്. ചേരമാൻ പെരുമാൾ എന്നു പേരുള്ള ഒരു കേരള രാജാവ് ഒരിക്കലും ഉണ്ടായിരുന്നില്ല. ഡോക്ടർ ഗുണ്ടർട്ട് ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരിക്കലും ഒരു ചേരമാൻ പെരുമാൾ ഉണ്ടായിരുന്നില്ലെന്ന് തീർച്ചയാണ്. ചേരമാൻ എന്നത് ചേര രാജാക്കന്മാരുടെ അഥവാ കേരള രാജാക്കന്മാരുടെ വംശനാമമാണ്. ചേരവും കേരളവും ഒന്നാണല്ലോ. പെരുമാൾ ഇസ്ലാം മതം സ്വീകരിച്ച കഥ പ്രാമാണികമെന്ന നിലയിൽ ലോഗൻ സ്വീകരിക്കുന്നുമുണ്ട്. പക്ഷേ അദ്ദേഹം ഈ മതപരിവർത്തനത്തിന്റെ കാലം AD 345 നിന്ന് 825 മാറ്റുകയും അറേബ്യൻ തീരത്ത് സഫാർ എന്ന സ്ഥലത്ത് മതം മാറിയ പെരുമാളിനെ സംസ്കരിച്ചിടത്തുണ്ടെന്ന് ആരോ പറഞ്ഞ സ്മാരകശിലയുമായി ഇതിനെ ബന്ധപ്പെടുത്തുകയും ചെയ്യുന്നു. AD 825 AD 345 പെരുമാൾ പ്രവാചകനെ കണ്ടിരിക്കാൻ തരമില്ല. 825 പ്രവാചകന്റെ മരണാനന്തരം 2 നൂറ്റാണ്ട് കഴിഞ്ഞിരിക്കുന്നു. 345 കാര്യമാണെങ്കിൽ പിന്നെയും 2 നൂറ്റാണ്ടിന് ശേഷമാണ് അദ്ദേഹം ജനിച്ചത്. ഈ നിലയിൽ ചേരമാൻ കഥ കാലത്തെ സംബന്ധിച്ച സംശയാതീതമായ ഒരു പൊരുത്തക്കേടാണ്. നേരത്തെ പറഞ്ഞ സ്മാരകശിലയും ലിഖിതവും അതിൻ്റെ ഉള്ളടക്കവും ശരിയായ തെളിവുകളില്ലായകയാൽ അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ഇങ്ങനെ ഇസ്ലാം മതം സ്വീകരിച്ച പെരുമാളിന്റെ കഥ ചരിത്രപരവും നിർദോഷവുമായ തെളിവുകളുടെ അഭാവത്താൽ നിരാകരിക്കപ്പെടുമ്പോൾ അവസാനത്തെ പെരുമാൾ ബുദ്ധമതത്തിലോ ജൈനമതത്തിലോ ആണ് ചേർന്നത് എന്ന വാദം മറ്റൊരു കൂട്ടർ ഉന്നയിക്കുന്നു. ക്രിസ്തു
മതമാണ് സ്വീകരിച്ചതെന്ന് വേറൊരു അഭിപ്രായമുണ്ട്. ചരിത്രത്തിന് നിരക്കാത്ത ഈ പെരുമാൾ കഥയെ ഈ അധ്യായത്തിൽ വിവരിച്ച മഹോദയപുരത്തെ കുലശേഖരന്മാരുടെ ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ സകാരണം ഒന്നോടെ തള്ളിക്കളയാവുന്നതാണ്. കുലശേഖര ചക്രവർത്തിമാർ മഹോദയപുരം തലസ്ഥാനമാക്കി കേരളം മുഴുവൻ വാണിരുന്ന രണ്ടാം ചേര സാമ്രാജ്യത്തിന്റെ കാലമാണ് 9, 10, 11 നൂറ്റാണ്ടുകളിലെന്ന് തെളിയിക്കുകയുണ്ടായല്ലോ. പെരുമാൾ കഥയിൽ പറയുന്നത് പോലെ കേരളം വിഭജിക്കപ്പെട്ടിരുന്നെങ്കിൽ കുലശേഖര ചക്രവർത്തിമാരും അവരുടെ കീഴിൽ രണ്ടാം ചേര സാമ്രാജ്യവും നിലനിന്നിരിക്കാൻ സാധ്യതയില്ല. കൂടാതെ അവസാനത്തെ ചേരമാൻ പെരുമാൾ രാമവർമ്മ കുലശേഖരൻ 1090-1102 ആണ്. അദ്ദേഹം ഹിന്ദുമതം ഉപേക്ഷിച്ച് ഏതെങ്കിലും അന്യമതം സ്വീകരിച്ചതായി ഇസ്ലാം മതമോ ബുദ്ധമതമോ ജൈനമതമോ ക്രിസ്തുമതമോ ഏതെങ്കിലും ആയിക്കൊള്ളട്ടെ യാതൊരു തെളിവുമില്ല. ഇസ്ലാം മതം സ്വീകരിച്ച ഏതോ ഒരു പിൽക്കാല ഭരണാധികാരിയെ കോഴിക്കോട്ടെ സാമൂതിരിമാരിൽ ഒരാളെ ആകാം പ്രാചീന ചേര ചക്രവർത്തിയായി തെറ്റിദ്ധരിക്കുകയോ അദ്ദേഹത്തിന്റെ പ്രസ്തുത മതപരിവർത്തന വൃത്താന്തം ആരോപിക്കുകയോ ചെയ്തതിന്റെ ഫലമായിട്ടാണെന്ന് തോന്നുന്നു ഈ ചേരമാൻ കഥ രൂപം കൊണ്ടത്. ചേര ചോള വംശാവലി ചിത്രത്തിൽ നോക്കുക. ചേര ചോള വംശാവലി. ചേരന്മാർ: ഭാസ്കര രവിവർമ്മ ഒന്നാമൻ AD 962-1019, ഭാസ്കര രവിവർമ്മ രണ്ടാമൻ AD 979-1021, വീരകേരളൻ AD 1021-1028, രാജസിംഹൻ AD 1028-1043, ഭാസ്കര രവിവർമ്മ മൂന്നാമൻ AD 1043-1082, രവി രാമവർമ്മ AD 1082-1090, രാമവർമ്മ കുലശേഖരൻ AD 1090-1102. ചോളന്മാർ: രാജരാജൻ AD 985-1016, രാജേന്ദ്രൻ ഒന്നാമൻ AD 1012-1044, രാജാതിരാജൻ AD 1018-1054, രാജേന്ദ്രദേവൻ രണ്ടാമൻ AD 1052-1063, വീരരാജേന്ദ്രൻ AD 1063-1069, അതിരാജേന്ദ്രൻ AD 1067-1070, കുലോത്തുംഗൻ ഒന്നാമൻ AD 1070-1122. മഹോദയപുര ചേര വംശാവലിയെ ചരിത്രകാരനായ ഡോക്ടർ MGS നാരായണൻ പിന്നീട് പരിഷ്കരിക്കുകയുണ്ടായി. അദ്ദേഹം 3 ഭാസ്കര രവിവർമ്മമാർ കേരളം ഭരിച്ചതായി കരുതിയിരുന്നില്ല. ഭാസ്കര രവിവർമ്മ എന്ന പേരിൽ ഒരാളെ ഭരിച്ചിരുന്നുള്ളൂവെന്നും രാജാവായിരുന്നപ്പോഴും പ്രത്യേകം ഭരണവർഷം ഉപയോഗിച്ചിരുന്നതായും അഭിപ്രായപ്പെടുന്നു. മനുകുലാദിത്യനും ഭാസ്കര രവിവർമ്മയും ഒരാളാണെന്ന് അദ്ദേഹം കണ്ടെത്തി. അതുപോലെ ഗോദരവിയും വിജയരാഘദേവനും ഒരാളാണെന്നും നാരായണൻ അഭിപ്രായപ്പെടുന്നു. ആദ്യത്തേത് പേരും രണ്ടാമത്തേത് അഭിഷേകനാമവുമാണെന്നും അദ്ദേഹം പറയുന്നു. ചിത്രത്തിൽ നോക്കുക. മഹോദയപുരത്തെ ചേര രാജാക്കന്മാരുടെ വംശാവലി ഡോക്ടർ MGS നാരായണന്റെ അഭിപ്രായത്തിൽ: 1. രാമരാജശേഖരൻ 800-844 AD, സ്ഥാണു രവികുലശേഖരൻ 844-883 AD, കോദരവി വിജയരാഘൻ 883-913 AD, 4. കോദ കേരള കേസരി 913-943 AD, 5. ഇന്ദുക്കോദ 943-962 AD, 6. ഭാസ്കര രവി മനുകുലാദിത്യൻ 962-1021 AD, 7. രവിക്കോദ രാജസിംഹൻ 1021-1036 AD, 8. രാജരാജൻ 1036-1089 AD, 9. രവിരാമ രാജാദിത്യൻ 1036-1089 AD, 10. ആദിത്യൻ കോദ രണാദിത്യൻ 1036-1089 AD, 11. രാമകുലശേഖരൻ 1089-1122 AD.